ഓപ്പോയുടെ ഓപ്പോ A79 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ A79 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ അങ്ങനെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ബാറ്ററിയാണ്. 5000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് അല്ലെങ്കിലും തിരക്കേടില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 193 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.9 mm ആണ്. IPX4 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഗ്ലോയിങ് ഗ്രീൻ, മിസ്റ്ററി ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 7 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 8GB റാമും 128GB ഇൻറ്റേർണലൊക്കെ വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. LPDDR4Xൻ്റെ റാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ റാം എക്സ്പാൻഷൻ എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള കളർവൈസ് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇതിൽ 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഏകദേശം 91.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 680 nits ആണ്. ഫോണിൻ്റെ ഫ്രണ്ടിൽ പാണ്ട ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ തന്നെ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ 90 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ AMOLED ഡിസ്പ്ലേയുടെ കൂടെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ 90 Hz റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. അതും കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോസസ്സർ. mediatek dimensity 6020 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു 5G പ്രോസസ്സറാണ്. പക്ഷേ 20,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ഇതൊരു ഓഫ്ലൈൻ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ ഇല്ലെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ അവർക്ക് ഉപയോഗിക്കായിരുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിലെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സാംസങ് Gen1 സെൻസറാണ്. പിന്നെ 2 മെഗാപിക്സലിലെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു സെൻസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ മിസ്സിംഗ് ആണ്. അതും ഒരു നെഗറ്റീവായിട്ട് പറയേണ്ടി വരും. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിലെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊക്കെയാണ് കുറച്ച് നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സ്. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ ഇന്ത്യയിലെ വില വരുന്നത് 19,999 രൂപയാണ്. പിന്നെ ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല ബാങ്കിൻ്റെയും കാർഡുകളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4,000 രൂപയുടെ ഓഫ് വരെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ A79 5G എന്ന ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു ഫോണാണ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒന്നും ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ക്യാമറയിൽ വരുന്നില്ല. തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഓഫ്ലൈൻ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്താലും ഇത് അത്ര മികച്ചൊരു ഫോണാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.